ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്ക് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പലഹാരത്തിൻ്റെയാണ്. നമ്മൾ അരിപ്പൊടിയോ മൈദപ്പൊടിയോ ഗോതമ്പൊടിയോ ഒന്നും ഉപയോഗിക്കാതെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫില്ലിങ്ങോട് കൂടിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. എല്ലാ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ മാത്രം മതി തയ്യാറാക്കിയെടുക്കാൻ. ഇതൊരു തവണ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും. സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ ശേഷം ഇതിലേക്ക് 2 സവോള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വഴറ്റി സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു പൊടികൾക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പൊടികളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ മസാല മാത്രം ചേർത്ത് കൊടുത്തിട്ടും ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം മതിയാവും. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. വെറും ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ ഈ ഒരു സവോള നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ്. അപ്പോൾ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് വെച്ച് തയ്യാറാക്കി എടുക്കുമ്പോൾ. ഇനി ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു പാനിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് വെള്ളം ചൂടായി വരുന്ന സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള റവ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുത്തൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഇതുപോലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വാടി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചൂടാറിയ ശേഷം കയ്യിലൊരല്പം ഓയിൽ തേച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്ത ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് എടുത്തിട്ട് നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് പരത്തിയിട്ട് ഓരോ ടീസ്പൂൺ വീതം ഫില്ലിങ് കൂടെ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ട് ഇതുപോലൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പാനിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റി ഉള്ളൊരു പലഹാരമാണിത്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്